ഓട്ടോക്കാരൻ്റെ അച്ചായത്തി പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. പുലർച്ചെ കണ്ണു തുറന്നപ്പോൾ തന്നെ മണി 6 കട്ടിലിൽ നിന്ന് ഒരു സൈഡ് ചെരിഞ്ഞ് കിടന്നിട്ട് എമ്മി പതിയെ എഴുന്നേറ്റു. പുറത്തേക്ക് വല്ലാതെ ഉന്തിയിരിക്കുന്ന വയറ് കാരണം രാത്രിയിൽ ശ്വാസം കഴിക്കാൻ പോലും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ചുവരിൽ പിടിച്ചുകൊണ്ട് വയറും താങ്ങി പതിയെ മുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് ഇറങ്ങി. നീ എഴുന്നേറ്റോ? ശബ്ദം കേട്ടതിനാലാവണം അവർ തിരിഞ്ഞു നിന്നുകൊണ്ട് എമ്മിയോട് ചോദിച്ചത്. വല്ലാത്ത തണുപ്പ്, കുളിര് കോരുന്നുണ്ടായിരുന്നു അവൾക്ക്. അധികം തണുപ്പടിക്കണ്ട, ഈ സമയത്ത് പനിയും ജലദോഷവും ഒന്നും വരുന്നത് അത്ര നല്ലതല്ല. അമ്മയുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ ശാസന കേട്ടപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. പോയി പല്ല് തേച്ചിട്ട് വാ, കാപ്പി കാലായി. പുട്ടിനുള്ള അരിപ്പൊടി തിരുമുന്നതിനിടയിൽ ആനിയമ്മ അവളോട് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷങ്ങൾ താൻ സമയത്തിന് ആഹാരം കഴിച്ചിട്ടില്ല എന്ന കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ തന്നെ ഒരു തേങ്ങൽ അവളുടെ തൊണ്ടക്കുഴിയിൽ വന്ന് തടഞ്ഞു നിന്നു. നിറഞ്ഞ കണ്ണുകൾ അമ്മ കാണാതിരിക്കാനായി അടുക്കള മുറ്റത്തേക്കായി ഇറങ്ങി. അവിടെയാണ് കിണറുള്ളത്. അടുത്തായി തന്നെ പാത്രം കഴുകുവാനും തുണി അലക്കുവാനും ഒക്കെയുള്ള പാതകം സിമെന്റ് കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പെണ്ണേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്, ഒത്തിരി നേരം അവിടെ നിൽക്കണ്ട. അകത്തുനിന്ന് ആനിയമ്മയുടെ കരുതലയുടെയുള്ള പറച്ചിൽ കേട്ടപ്പോൾ അവളിൽ വല്ലാത്തൊരു ഉത്സാഹം തോന്നി. അത്രയും നാൾ താൻ അനുഭവിച്ച നരകയാതനകൾ അവൾ മറന്നിരുന്നു. വീണ്ടും ആ അമ്മയുടെ കുഞ്ഞായതുപോലെയുള്ള അതേ വികാരം. വീണ്ടും ആ നെഞ്ചിലെ ചൂടിൽ പറ്റിപ്പുണരാൻ അവളിലെ മകൾ അതിയായി കൊതിച്ചു. തണുത്ത മണലിൽ പാദങ്ങൾ പതിഞ്ഞപ്പോൾ വല്ലാത്തൊരു അനുഭൂതി അവളെ പുണർന്നു. കിണറ്റിൻ കരയിലെ തൊട്ടിയിൽ കോരി വച്ചിരിക്കുന്ന തണുത്ത വെള്ളത്തിൽ നിന്നും ഒരു കൈക്കുമ്പിൾ കോരിയെടുത്ത് എമ്മി മുഖത്തേക്കൊഴിച്ചു. മഞ്ഞിൻ്റെ സുഖമുള്ളൊരു തണുപ്പ് ശരീരമാകെ പളരുന്നത് അവൾ അറിഞ്ഞു. വീണ്ടും ബാല്യത്തിൻ്റെ സുഖമുള്ളൊരോർമ്മ അലകൾ പോലെ മനസ്സിലേക്ക് ഓടി അണച്ചെത്തി. മോളെ എമി. ആരുടെയോ ശബ്ദം കേട്ടാണ് അവൾ നേരെ നിന്നത്. നോക്കുമ്പോൾ കണ്ടു വേലിക്കപ്പുറത്തു നിന്നും തന്നെ വാത്സല്യത്തോടെ നോക്കുന്ന കുമാരിയമ്മയെ. നോക്കാതിരിക്കാൻ അവൾക്കായില്ല, മിണ്ടാതിരിക്കാനും. കാരണം പണ്ടും ഇന്നും പെറ്റമ്മയെ പോലെ താൻ സ്നേഹിച്ച സ്ത്രീയാണ് കുമാരിയമ്മേ. അരികിലായി ചെന്ന് നിന്നുകൊണ്ടവൾ പതിയെ വിളിച്ചു. വേലിക്കെട്ടിനപ്പുറവും ഇപ്പുറത്തും മൗനമായി കുറച്ചുനേരം അവരിരുവരും നിന്നു. എന്താ ചോദിക്കേണ്ടതെന്നോ പറയേണ്ടതെന്നോ 2 പേർക്കും അറിവില്ലായിരുന്നു. ഒരു മുറ്റം പോലെ കഴിഞ്ഞ വീടുകൾക്ക് നടുവിൽ ഒരു വേലി വരുത്തിയ നിശബ്ദത അവരുടെ മിണ്ടാട്ടം മുട്ടിച്ചതുപോലെ. സുഖാണോ നിനക്ക്? കൈ എത്തിച്ച് അവളുടെ കവിളുകളിൽ തലോടിക്കൊണ്ട് കുമാരി ചോദിച്ചു. ആ. നിർവികാരമായ മറുപടി അവളുടെ വേദനയെ എടുത്തു കാട്ടി. തൻ്റെ രഞ്ജന്റെ പെണ്ണാകേണ്ടവൾ. അവർക്കത് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു. എന്നാ മോളെ ഡേറ്റ് പറഞ്ഞേക്കുന്നേ? താഴേക്ക് ഇത്തിരി ഇരുത്താൻ വന്ന പോലെ നൈറ്റിയുടെ മുകളിലൂടെ കാണപ്പെട്ട വയറ് കണ്ട് അവർക്ക് ആശങ്കയേറി. അടുത്ത മാസം 10 എന്നാ പറഞ്ഞേ. അത്രയ്ക്കൊന്നും പോയില്ല കുഞ്ഞേ, അതിനു മുൻപേ കാണും. അതിന് വിളറിയൊരു ചിരിയായിരുന്നു അവളുടെ ഉത്തരം. എന്തുണ്ടേലും പറയണം, ആനിയപ്പയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. നിന്റെ അപ്പന് നിന്നെ വേണ്ടേലും ഞങ്ങൾക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടോ അവരുടെ കണ്ണുനീർ റെമിയെ പൊള്ളിച്ചു. അവളോട് യാത്ര പറഞ്ഞു കുമാരി അകത്തേക്ക് കയറിപ്പോയി. കിണറ്റിൻ കരയിലേക്ക് തിരിയാൻ തുടങ്ങുന്നതിന് മുൻപായി ആരുടെയോ നോട്ടം തൻ്റെ മേൽ പതിക്കുന്നത് അവൾ അറിഞ്ഞു. ഉമ്മറത്തു നിന്നും വേഗത്തിൽ വീടിനകത്തേക്ക് കയറിപ്പോകുന്ന രഞ്ജനെ അവൾ മിന്നായം പോലെ കണ്ടു. എന്താ നിന്റെ തീരുമാനം? ഇവിടെ നിന്നെ വെച്ച് പൊറപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. മാത്തുക്കുട്ടിയുടെ ശബ്ദം ആ വീടിനുള്ളിൽ മുഴങ്ങി കേട്ടു. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഇച്ചായ അവളുടെ ഈ അവസ്ഥയിൽ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞ? ആനിയമ്മ പ്രത്യാശയോടെ ഭർത്താവിനെ നേർക്ക് നോക്കി. എന്തവസ്ഥയാ? കെട്ടിച്ചു വിട്ട കെട്ടിയോൻ്റെ വീട്ടിൽ നിൽക്കണം, അല്ലാതെ ഇവളെ പോലെ വയറ്റിലൊരു കൊച്ചുണ്ടായിട്ട് ഇപ്പോഴും ആ നായരച്ചക്കൻ്റെ കൂടെ പൊറുക്കാനായിരിക്കും ഇവിടെ പൂതി. കണ്ണുകൾ ചുവപ്പിച്ച് ദേഷ്യത്തോടെ പറയുന്ന അപ്പനെ അവൾ നിസ്സഹായതയോടെ നോക്കി. എന്തൊക്കെയാ ഇച്ചായി പറയണേ? അവർ കേട്ട എന്ത് വിചാരിക്കും? ആനിയമ്മ ഇടയ്ക്ക് കയറി പറഞ്ഞു. രഞ്ജനും കുടുംബവും മാത്തുക്കുട്ടിയുടെ സംസാരം കേട്ടാലുള്ള അപമാനമോർത്ത് അവർ ഭയന്നു. ഉള്ളതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇരുട്ട് വീണ ഈ വീട്ടിലോട്ടുള്ള അവൻ്റെ പോക്കുവരവ് നാട്ടുകാർക്കൊക്കെ പാട്ടല്ലായിരുന്നോ? അയാൾ എമ്മിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു. ഭൂമി പിളർന്ന് താഴേക്ക് പതിച്ചെങ്കിലെന്ന് ഒരു വേള അവൾ ആശിച്ചുപോയി. അപമാനം സഹിക്കാൻ വയ്യ.
വയറ്റിലെ കുരുന്നില്ലായിരുന്നെങ്കിൽ പണ്ടേ വലുതും ചെയ്തേനെ താനും. കരഞ്ഞില്ല പെണ്ണവൾ. കണ്ണീര് വറ്റിപ്പോയിരുന്നു. മുഖത്ത് പടർന്ന തുപ്പൽ തോളിലിട്ടിരുന്ന തോർത്തുകൊണ്ട് അമർത്തി തുടച്ചവൾ. നിന്നെപ്പോലുള്ളതിനെ ഇവിടെ വെച്ചോണ്ടിരുന്ന എൻ്റെ നാൻസിക്ക് പോലും നല്ലൊരു ജീവിതം ഉണ്ടാവില്ല. ഇറങ്ങിപ്പൊക്കോണം എങ്ങോട്ടെങ്കിലും. അയാളുടെ ഉച്ചത്തിലുള്ള ആക്രോശം കേട്ട് കുമാരി ഭയത്തോടെ വേലിയുടെ അടുത്തേക്ക് ഓടി വന്നു നിന്നു. അകത്തെന്ത് നടക്കുന്നതെന്നറിയാൻ ആകുലതയോടെ വീടിനുള്ളിലേക്ക് എത്തിക്കൊത്തി നോക്കി. ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇനിയൊരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അലറിക്കൊണ്ട് അയാൾ എമിയുടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. അമ്മേ. വയറ് പൊത്തിക്കൊണ്ടവൾ തൂണിൽ പിടിച്ചു നിന്നതിനാൽ തറയിലേക്ക് വീണില്ല. കണ്ടു നിന്ന കുമാരി ഓടി വന്ന് എമിയെ താങ്ങി പിടിച്ചു. അവരും വല്ലാതെ പേടിച്ചു പോയിരുന്നു. എൻ്റെ കൊച്ചിനെ വിറ്റ കാശ് കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും നാളും നാണമില്ലാതെ കഴിഞ്ഞേ? എന്നിട്ടിപ്പോൾ അവള് അങ്ങനെ നടക്കുന്നോളായി. ഏതേലും വീട്ടിൽ നടക്കുന്ന കാര്യമാണോ ഇവിടെ നടന്നേ? അവളൊരു പൊട്ടിയായോണ്ടല്ലേ നിങ്ങൾ ആട്ടി തുപ്പിയിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ നിന്നേ? നിങ്ങൾ അനുഭവിക്കും, നോക്കിക്കോ. ഹൃദയം നൊന്ത് ആനിയമ്മ തലയിൽ അടിച്ചുകൊണ്ട് നിലവിളിച്ചു. അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്ങോട്ടേലും ഇറങ്ങിപ്പൊക്കോ കൊച്ചേ, അല്ലേ നിന്നെ ഇവരെ എല്ലാം കൂടെ തിന്നാനും മടിക്കുകയില്ല. സങ്കടം അടക്കാനാവാതെ തറയിലേക്ക് ഊർന്നിരുന്നു പോയവർ. വാ മൂടടി മോളെ, അല്ലെ നിന്റെ മോളെ ഞാനുണ്ടല്ലോ പറഞ്ഞേക്കാം. മാത്തുക്കുട്ടിയുടെ രൂപ എല്ലാവരിലും ഭയം നിറച്ചു. പക്ഷെ ഇത്രയൊക്കെ ആ വീട്ടിൽ നടന്നിട്ടും ഒരു പുഞ്ചിരിയോടെ എല്ലാം വീക്ഷിച്ചുകൊണ്ട് കസേരയിലിരിക്കുന്ന നാൻസിയുടെ നേർക്കായിരുന്നു കുമാരിയുടെ നോട്ടം പോയത്. അവർക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി അവളോട്. തൻ്റെ കൈക്കുള്ളിൽ കരയാനാവാതെ ഒരു പാവയെപ്പോലെ ഒതുങ്ങി നിൽക്കുന്ന പെണ്ണിനെ വാത്സല്യത്തോടെ അത്രമേൽ കരുതലോടെ ചേർത്ത് നിർത്തിയവൾ. വയ്യ, ഇനി വയ്യ, എനിക്ക് മടുത്തു. അനുഭവിച്ച് ജീവിക്കാൻ പോലും പറന്നു ഞാൻ. അവരുടെ നിലവിളികൾ ഉച്ചത്തിലായി. കാലി പൂണ്ട മാത്തുക്കുട്ടി ഭാര്യയുടെ നേർക്കായി. അമ്മേ. ആനിയമ്മ പിന്നിലേക്ക് മറിഞ്ഞ് ചുവരിൽ തട്ടി തടഞ്ഞു നിന്നു. അമ്മച്ചി. കുമാരിയുടെ കൈവിടിപ്പിച്ച് എമി അവരുടെ അരികിലേക്ക് വയറും താങ്ങിക്കൊണ്ട് ഓടിയെടുത്തു. പക്ഷേ ആനിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുന്നേ തന്നെ മാത്തുക്കുട്ടി അവളുടെ കയ്യിൽ പിടിച്ചു. എമി കറങ്ങി തിരിഞ്ഞ് തറയിലേക്ക് പതിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ കുമാരിക്ക് ആനിക്ക് ആ നിമിഷം കഴിഞ്ഞുള്ളൂ. അമ്മച്ചി. അവളുടെ അലറിക്കൊണ്ടുള്ള കരച്ചിൽ ആ നാടിനെ വിറപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ളതായിരുന്നു. അയ്യോ മോളെ. കുമാരി അവളുടെ അടുത്തേക്ക് പാഞ്ഞു. നെറ്റിയിലൂടെ പടരുന്ന ചോരയുടെ ചുവപ്പ് അവരിൽ പേടി ഉണർത്തി. കുഞ്ഞെ, പൊന്നുമോളെ, ചതിച്ചല്ലോടി. എന്ത് പറയണമെന്നറിയാതെ വെപ്രാളത്തിൽ കുമാരിയെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആനിയമ്മേ, പെണ്ണ് നോക്കടി. ശരീരം പൊളിയുന്ന വേദന ഉണ്ടായിരുന്നെങ്കിലും ഭീതിയോടെ അവർ എമിക്കരികിലേക്ക് ഓടിയെത്തി. മോളെ, കണ്ണു തുറക്കടി. പുറകിലേക്ക് മറിയുന്ന എമിയുടെ കണ്ണുകൾ ഇരുവരും പേടിയോടെ നോക്കി നിന്നു. എൻ്റെ കൊച്ചിനെ നീ എന്ത് ചെയ്തടാ? മാത്തുക്കുട്ടിയുടെ നേർക്ക് ആനി ചീറി. പക്ഷെ അപ്പോഴും അയാളുടെ കണ്ണുകളിൽ ഭയം എന്നത് ലവലേശം പോലും കാണുവാനില്ലായിരുന്നു. രഞ്ജൻ വന്നും തോന്നുന്നു, ഞാൻ പോയി വിളിച്ചോണ്ട് വരാവേ. അപ്പുറത്തെ വീട്ടുമുറ്റത്ത് ഇരമ്പലോടെ വന്നു നിൽക്കുന്ന ഓട്ടോയുടെ ശബ്ദം കേട്ട് കുമാരി അവിടെ നിന്ന് ഇറങ്ങിയോടി. ആനിയമ്മ അപ്പോഴേക്കും എമിയുടെ മുഖത്ത് തട്ടിക്കൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പോയതറിയാതെ കുമാരി രംജനെയും കൊണ്ട് അവിടേക്ക് വന്നു. ചോരയിൽ കുളിച്ച് ബോധം മറഞ്ഞു കിടക്കുന്ന തൻ്റെ പ്രാണനെ കണ്ട് ഒരു നിമിഷം അവൻ ശബ്ദനായി നിന്നുപോയി. കുഞ്ഞോളെ, എടി. അടുത്ത നിമിഷം തന്നെ ബോധം വന്നവനെ പോലെ അവളുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് പാഞ്ഞു ചെന്നവൻ. തൻ്റെ കുഞ്ഞോളുടെ അവസ്ഥ കണ്ട് രഞ്ജൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളെയും കയ്യിലേന്തി ആ വീടിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ ഒരിറ്റു ജീവൻ ബാക്കി വെക്കണേ എന്ന പ്രാർത്ഥന മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവരുടെ കാട്ടിക്കൂട്ടലുകൾ ഒരു പുച്ഛത്തോടെ മാത്തുക്കുട്ടിയും നാൻസിയും നോക്കി നിന്നു. ജനറൽ ഹോസ്പിറ്റലിലെ ലേബർ റൂമിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ അവർ ഇരുന്നു. എമിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ട് ഏകദേശം 3 മണിക്കൂറായിരിക്കുന്നു. സർജറിക്കുള്ള ഫോം പൂരിപ്പിച്ചതും കൺസെൻറ്റിൽ ഒപ്പിട്ട് കൊടുത്തതും എല്ലാം രഞ്ജനായിരുന്നു. അകത്തെന്തെന്ന് നടക്കുന്നതെന്നറിയാൻ കഴിയാതെ മൂവരും ഭയത്തോടെ തിയേറ്ററിൻ്റെ വാതിൽക്കലേക്ക് കണ്ണും നട്ട് കാത്തിരുന്നു. ഓരോ പ്രാവശ്യവും വാതിലുകൾ അടയുകയും തുറക്കുകയും ചെയ്തു. രഞ്ജൻ്റെ കണ്ണുകൾ അപ്പോഴെല്ലാം അവളുടെ കാര്യങ്ങൾ അറിയാനായി വെമ്പൽ കൊണ്ടു. എമിയുടെ ആരെങ്കിലും ഉണ്ടോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു നേഴ്സ് പുറത്തു വന്നു നിന്നുകൊണ്ട് ചോദിച്ചു.
സിസ്റ്റർ, അവക്ക് എങ്ങനെയുണ്ട്? രഞ്ജന ആകാംക്ഷയോടെ, അതിലേറെ പേടിയോടെ അവരുടെ നേർക്ക് വേഗത്തിൽ കുതിച്ചു. ഒന്നും പറയാറായിട്ടില്ല. നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുക. ബാക്കിയെല്ലാം ഡോക്ടർ വന്നിട്ട് പറയും. തൽക്കാലം ഈ മെഡിസിനൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമോ? കയ്യിലിരുന്ന കുറിപ്പടി അവന് നേർക്കവർ നീട്ടിക്കൊണ്ട് ചോദിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവനത് വാങ്ങി. സിസ്റ്റർ. വീണ്ടും തിയേറ്ററിനുള്ളിലേക്ക് കയറിപ്പോകുന്ന സിസ്റ്ററിനെ രഞ്ജൻ പിന്നിൽ നിന്ന് വിളിച്ചു. എന്താണ്? രഞ്ജന്റെ പിൻവിളിയിൽ അവരുടെ കാലുകൾ നിശ്ചലായി. കുഞ്ഞിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. വിറച്ചുകൊണ്ടാണ് രഞ്ജൻ അത് ചോദിച്ചത്. കാരണം ഇനിയൊരു ടെൻഷൻ താങ്ങാനുള്ള കരുത്ത് അവനില്ലായിരുന്നു. മോളാണ്, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കാണിക്കാം. ഒരു പുഞ്ചിരിയോടെ ഇത്രയും പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറിപ്പോയി. അത്രയും നേരം നിറഞ്ഞു നിന്ന മൂകതയ്ക്ക് ചെറിയൊരു ശമനം വന്നതുപോലെ തോന്നിയവന്. എങ്കിലും എമിയുടെ കാര്യം അറിയാത്തതിനാലുള്ള ഭയം അവനെ വിടാതെ പിന്തുടർന്നിരുന്നു. പെൺകുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. അമ്മമാരുടെ അരികിൽ ചെന്ന് അവൻ പറഞ്ഞു. അതും കേട്ടതും അവരുടെ മുഖം സന്തോഷത്താൽ വിടരുന്നത് ഒട്ടൊരു സങ്കടത്തോടെ അവൻ നോക്കി നിന്നു. എമിയുടെ കാര്യം അറിയുമ്പോൾ ഈ ആനന്ദം നിന്നു പോകുമല്ലോ എന്നുള്ള സങ്കടം. എമിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പ്രതീക്ഷയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ആനിയമ്മയോട് എന്ത് പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി. ഇല്ല, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അങ്ങനെ പറയാനാണ് രഞ്ജന തോന്നിയത്. പക്ഷെ അവൻ്റെ ഉള്ളം ആർത്തലച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണിൽ പതിയെ നനവ് പടർന്നപ്പോൾ മരുന്ന് വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് രഞ്ജൻ ഫാർമസി ലക്ഷ്യമാക്കി നടന്നു. കരച്ചിൽ പിടിച്ചു നിർത്താനായില്ലവന്. ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ നിലവിളിക്കാൻ തോന്നി. പടികളിറങ്ങി താഴേക്ക് ചെന്നപ്പോൾ അതിൻ്റെ കീഴിലായി പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ഗണപതിയുടെ വിഗ്രഹത്തിലേക്ക് അവൻ്റെ നോട്ടം പോയി. ഒരിറ്റു ജീവൻ, അതുമാത്രം ആ ശരീരത്തെ ബാക്കി വെച്ചൂടെ എനിക്ക് വേണ്ടി? വിഘ്നേശ്വരൻ്റെ പാദങ്ങളിലേക്ക് താണു വണങ്ങിക്കൊണ്ട് കേണവൻ. മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം ആ സർവേശ്വരൻ്റെ വിഗ്രഹത്തിലേക്ക് ഒന്നൊഴിയാതെ പെയ്തവൻ. വേറൊന്നും എനിക്ക് വേണ്ട സ്വാമി. ഇനിയെങ്കിലും എൻ്റെ പ്രാണനെ എനിക്ക് തന്നൂടെ? എൻ്റെ കുഞ്ഞോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? പരിഭവങ്ങളും നൊമ്പരങ്ങളും ആ കാൽ കീഴിലായി ഒഴുക്കിയപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നിയവന്. അവളെ കൊണ്ടുപോയാൽ അടുത്ത നിമിഷം തന്നെ തന്നെയും കൂടെ കൊണ്ടുപോയേക്കണം. അല്ലെങ്കിൽ പറയാൻ വന്നത് പകുതിയിൽ നിർത്തിയവൻ കണ്ണുകൾ അമർത്തി തുടച്ച് തറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പലരും തന്നെ നോക്കി എന്തൊക്കെയോ പിറുപിറുക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. കുമ്പിട്ടൊന്നുകൂടെ വണങ്ങിയിട്ട് ഫാർമസിക്ക് നേരെ നടക്കുമ്പോൾ ആ ഗണപതി വിഗ്രഹത്തിൻ്റെ കാൽക്കൽ ആരോ സമർപ്പിച്ച ഒരു അഞ്ചിതൾ പൂവ് അവനായി താഴേക്ക് അടർന്നു വീണത് ആരും ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. എമിയുടെ സർജറി കഴിഞ്ഞ ശേഷം ഡോക്ടറിനോട് സംസാരിക്കാൻ വേണ്ടി അവരുടെ ക്യാബിനിലേക്ക് ചെന്നതാണ് നിരഞ്ജൻ. മിസ്റ്റർ നിരഞ്ജൻ, ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാം. എമി വയറിടിച്ച് വീഴുന്നതിനാൽ ഗർഭാശയത്തിന് ചെറിയ തോതിൽ ചതവേറ്റിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനായി ഞാൻ കുറച്ച് മരുന്നുകൾ എഴുതിയിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞ് വന്ന് എന്നെ കാണിക്കണം. പറഞ്ഞുകൊണ്ടവർ പ്രിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയോ മരുന്നുകൾ കുറിക്കുന്നത് രഞ്ജൻ കണ്ടു. മെഡിസിൻസ് എല്ലാം മുടങ്ങാതെ കൊടുക്കണം. 2-3 മാസത്തേക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം ആളിന്. അതുപോലെ തന്നെ ആഹാര കാര്യങ്ങളെ നല്ലപോലെ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് എമിക്ക്. ഡോക്ടർ പറയുന്നതെല്ലാം അവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. മാഡം, ഈ ചതവ് മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായിട്ട് മാറുമോ? അവൻ്റെ കണ്ണുകളിലെ ആകുലത കണ്ട് ഡോക്ടർ ഒന്ന് ചിരിച്ചു. ഏയ്, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് ഇങ്ങനെ വന്നാൽ പിന്നീടൊരു ഗർഭധാരണം അസാധ്യമായിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്, മരുന്നുകളൊക്കെ കൃത്യമായിട്ട് മുടങ്ങാതെ കൊടുക്കണമെന്ന്. കാര്യങ്ങളൊക്കെ ഡോക്ടറിൽ നിന്ന് വിശദമായി ചോദിച്ചറിഞ്ഞവൻ എമിയുടെ ജീവൻ ആപത്തൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ രഞ്ജൻ ആശ്വാസം തോന്നിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞാൽ പേഷ്യൻ്റെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ പോയി കണ്ടോളൂ. അവരോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രഞ്ജൻ്റെ മനസ്സ് വളരെ ശാന്തമായിരുന്നു. ജീവിതകാലം മുഴുവനും തൻ്റെ കുഞ്ഞോളുടെയും പൊടിക്കുഞ്ഞിൻ്റെയും നിഴലായി കൂടെ ഉണ്ടാവാൻ അവനപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആർക്കും അവരെ വിട്ടുകൊടുക്കില്ല എന്ന ഒരുതരം വാശി അവനിൽ മുള പൊട്ടിത്തുടങ്ങിയിരുന്നു. എമിയെപ്പോലെയാ. പൊടിക്കുഞ്ഞിൻ്റെ കൈക്കുള്ളിൽ വിരലിക്കൊണ്ട് ഇക്കിളി കൂട്ടിക്കൊണ്ട് ആനിയമ്മ പറഞ്ഞു. ഉറങ്ങിക്കിടക്കുന്ന ആമിയുടെ അരികിലായി ഒരു ബേബി പിക് തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് കുഞ്ഞിനെ. ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കും, പിന്നെ അടയ്ക്കും. അങ്ങനെ പൊടിയുടെ ഓരോ ഭാഗങ്ങളും കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് 2 അമ്മമാരും കൂടെ.
കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് വരെ അനുഭവിച്ച ടെൻഷനുകളെല്ലാം കുഞ്ഞിൻ്റെ വരവോടുകൂടി മാറിയതുപോലെ തോന്നി അവർക്ക്. സത്യം, എന്ത് ഭംഗിയാ കുഞ്ഞിയെ കാണാൻ. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ കവിളിൽ തോണ്ടിക്കൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ചിത്തിര ഒരു ശ്രമം നടത്തി. അടങ്ങിയിരി പെണ്ണെ, കൊച്ചുണരും. കുമാരി അവളുടെ കൈപ്പത്തിൽ കളിയായി ഒരടി കൊടുത്തു. ഉണർന്നോട്ടെ, കരഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് നടക്കും, അല്ല പിന്നെ. ഉടനടി മറുപടി അവൾ കൊടുത്തു. അമ്മേ, എന്തേലും സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തോണ്ട് വരേണ്ടതുണ്ടോ? പൊടുന്നനെ മുറിയിലേക്ക് കടന്നു വന്ന രഞ്ജൻ കുമാരിയോടായി ചോദിച്ചു. കൊച്ചിന് എമിക്കുള്ള ഡ്രസ്സ് വേണം, പിന്നെ ഇത്തിരി ചൂടുവെള്ളവും കഞ്ഞിയൊക്കെ വേണം. അതുകൊണ്ട് നീ തന്നെ പോയാൽ ശരിയാവില്ല, ഞാനും കൂടെ നിൻ്റെ ഒപ്പം വരാം. പറഞ്ഞുകൊണ്ട് കുമാരി പോകുവാനായി എഴുന്നേറ്റു. എമിയുടെ ഡ്രസ്സൊക്കെ വീട്ടിലിരിപ്പുണ്ട്. അത് വേണ്ടടി, ഇനി അതിനായി അങ്ങോട്ട് ചെന്ന ആ കാലമാട എന്ത് ചെയ്യാനൊന്നും പറയാൻ പോലും പറ്റുകയില്ല. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ളതൊക്കെ ഞാൻ വാങ്ങി വരാം. നീ ഇവിടെ കൊച്ചിൻ്റെയും തള്ളയുടെയും കൂടി ഇരിക്കുക. ആനിയമ്മയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ട് കുമാരി മകനോടൊപ്പം പുറത്തേക്ക് നടന്നു. അവർ നന്ദിയോടെ ആ അമ്മയും മകനും പോകുന്നത് നോക്കിയിരുന്നു. എമിയും കുഞ്ഞിനെയും തലേ ദിവസം തന്നെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവളെ ഡ്രസ്സിങ്ങിന് എന്നും പറഞ്ഞ് താഴെയുള്ള റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പാല് കുടിച്ചുറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ അരികിൽ ചിത്തിരിയും നെഞ്ചിനെ ഇരുത്തിയിട്ട് കുമാരി ആനിയമ്മയും കൂടെ അവൾക്ക് കൂട്ടായി പോയി. പൊടിയേ. രഞ്ജൻ കുഞ്ഞിൻ അരികിലിരുന്ന് അവളെ തട്ടി വിളിച്ചു. ഉറക്കത്തിന് ഭംഗം വന്നതുകൊണ്ട് കുഞ്ഞാവയുടെ ചുണ്ടുകൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പുറത്തേക്ക് ഉന്തിയിരുന്നു. എടി പൊടിമോളെ, അവൻ വീണ്ടും ആവർത്തിച്ചു. ഇത്തവണ കുഞ്ഞിപ്പെണ്ണൊന്ന് ചിരിങ്ങി. അടങ്ങിയിരിയേട്ടാ, ദേ വാവ കരയുന്നു. കൊച്ചു കരഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ചിത്തിര അവനെ ശാസിക്കാൻ നോക്കി. നീയൊന്ന് പോടി, ഇവളെ എൻ്റെ പൊടിയാ. ഗർഭോടെ പറയുന്നവനെ ഒട്ടൊരു കൗതുകത്തോടെ നോക്കിയവൾ. എമി ഇല്ലാത്തപ്പോൾ നോക്കി കൊച്ചനെ കൊഞ്ചിക്കാൻ വരും. അവളുള്ളപ്പോൾ ഈ ഏരിയയിൽ പോലും ഏട്ടൻ അടുക്കില്ല. ചിത്തിരിയുടെ പൊട്ടിച്ചിരി ആ മുറിയിലാകെ മുഴങ്ങി കേട്ടു. വോ, കെണിക്കാതെ പോടി. കോക്കറി ആട്ടിക്കൊണ്ട് ചുണ്ടു ചുളുക്കുന്നവൻ്റെ മുതുകനിട്ട് ഒരെണ്ണം വെച്ചു കൊടുത്തവൾ. ഡി, ദേഹം വേദനിച്ചാലുണ്ടല്ലോ. അവളുടെ കൈ പിരിച്ച് പുറകിലേക്ക് വെച്ച് ലോക്കാക്കി കൊടുത്തവൻ. രഞ്ജിയേട്ടാ, നല്ല രഞ്ജിയേട്ടനല്ലേ, കൈയെടുക്ക്, എനിക്ക് വേദനിക്കുന്നു. ചിത്തിര നിന്ന് തുള്ളിച്ചാടി. അവൻ്റെ കൈപ്പിടിയിൽ നിന്നും വിടുവിക്കുവാനായി ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം 8 നിലയെ പൊട്ടിയിരുന്നു. വേദനിച്ചോടി? പെണ്ണിൻ്റെ വേദന കൊണ്ട് ചുളിഞ്ഞ മുഖം കണ്ടപ്പോൾ അവന് ചോദിക്കാതിരിക്കാനായില്ല. ഓ, വേദനിച്ചില്ല, നല്ല സുഖമായിരുന്നു. ചിത്തിര പുച്ഛത്തോടെ തല വെട്ടിച്ചു. ചോറി പറഞ്ഞുകൊണ്ടൊരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചവൻ. പെണ്ണ് കുറച്ചു നേരം രഞ്ജൻ്റെ കയ്യിൽ കിടന്ന് കൊതറിയെങ്കിലും ഒടുവിൽ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർന്നിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഡ്രസ്സിങ്ങിന് വേണ്ടി കൊണ്ടുപോയ എമിയെ വീൽ ചെയറിലിരുത്തിക്കൊണ്ട് അറ്റൻഡർ കൊണ്ടുവന്നു. കൂടെ തന്നെ കുമാരി ആനിയമ്മയും ഉണ്ടായിരുന്നു. മോളെ പതുക്കെ. ആനിയമ്മ അവളെ താങ്ങി. കാലു പതിയെ താഴെ വെച്ചുകൊണ്ട് വീൽ ചെയറിൽ ഭാരം താങ്ങി അവൾ പതിയെ എഴുന്നേറ്റ് നിന്നു. അമ്മച്ചീ. വയറ്റിൽ നിന്ന് എന്തോ ആളിപ്പടരുന്നത് പോലെ തോന്നി അവൾക്ക്. തലേ ദിവസം എഴുന്നേറ്റപ്പോൾ ഒട്ടും വേദന തോന്നിയിരുന്നില്ലല്ലോ എന്നവൾ മനസ്സിൽ ശങ്കിച്ചു. വേദന സഹിക്കാനാവാതെ അവൾ വീണ്ടും വീൽ ചെയറിലേക്ക് ഇരിക്കാൻ പോയതും അതിൻ്റെ വീല് തെന്നി അവൾ പുറകിലേക്ക് മറിയാൻ പോയി. പൊടുന്നനെ അടുത്ത് നിന്നിരുന്ന രഞ്ജൻ അവളെ മുഴുവനായും കൈകളിൽ താങ്ങിയിരുന്നു. വേദനയാൽ ചുളിച്ച തൻ്റെ പ്രാണൻ്റെ മുഖം അവൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നിച്ചു. തൻ്റെ കൈക്കുള്ളിൽ മുറുകുന്ന പിടുത്തം അവളിലുള്ള വേദനയെ തീവ്രതയെ രഞ്ജൻ എടുത്തു കാട്ടിക്കൊടുത്തു. അവൻ അവളെ ഭദ്രമായി പൊതിഞ്ഞു പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രണയത്തെ കൺകുളിർക്ക കണ്ടവൻ. ചേർത്ത് പിടിച്ച് അധികം ഭാരം നൽകാതെ രഞ്ജൻ അവളെ കട്ടിലിൽ കൊണ്ടുപോയി മെല്ലെ കിടത്തി. വേദനിക്കുന്നുണ്ടോ? ഡോക്ടറിനെ വിളിക്കട്ടെ? ആദിയോടെ ചോദിക്കുന്നവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നിയവൾക്ക്. ഇല്ല, കുറഞ്ഞു. വേറെങ്ങോട്ടേക്കോ നോട്ടം പായിച്ചുകൊണ്ട് പറയുന്നവളോട് രഞ്ജന അനുകമ്പ തോന്നി. അറിയാം, അവൾക്കിതൊരിക്കലും ഇപ്പോൾ പഴയ തൻ്റെ കുഞ്ഞോളാവാനാവില്ലെന്ന്. ഒന്നുകൂടെ എമിയെ നോക്കിയതിന് ശേഷം അവൻ മുറിവിട്ടിറങ്ങിപ്പോയി. ഇതിനെല്ലാം സാക്ഷിയായി നിന്ന മൂവരുടെയും കണ്ണുകളിൽ നീര് പൊടിഞ്ഞിരുന്നു. സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന അവസ്ഥയിലായിരുന്നവർ. നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളൂ, നാളെ ആരെങ്കിലും അവിടെ വേണ്ടേ? അമ്മയുടെയും ആനിയമ്മയുടെയും മുഖത്തേക്ക് നോക്കിയാണ് രഞ്ജൻ അത് ചോദിച്ചത്. ഇപ്പോൾ തന്നെ സമയം 9 ആയി.
പോയി കിടന്നിട്ട് രാവിലെ കാപ്പിയായി വന്നാൽ ശരിയാവും. അത് വെക്കുന്ന രീതിയിൽ അവരിരുവരും തലയാട്ടി. ഇന്നലെ രാത്രി ആനിയല്ലായിരുന്നോ? ഇന്ന് ഞാൻ നിന്നോളാം, നീ പൊയ്ക്കോളൂ. അവസാന വാക്കെന്നവണ്ണം കുമാരിയുടെ ഒച്ച അവിടെ പൊങ്ങി. ഇപ്പോൾ തന്നെ ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ എങ്ങനെയാ നന്ദി പറയുന്നതെന്ന് അറിഞ്ഞൂടാ. അതൊന്നും വേണ്ട കുമാരി, ഞാനിവിടെ നിന്നോളാം. രഞ്ജനയും വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കുന്നതിൽ ആണിയമ്മയ്ക്ക് വല്ലായ്മ തോന്നി. ഇന്നലെ മുതൽ എന്തിനും ഏതിനും തുണയായി അവരാണ് കൂടെയുള്ളത്. എമിക്കും കുഞ്ഞിനുമായി ഇപ്പോൾ തന്നെ കുറേയധികം രഞ്ജൻ ചെലവാക്കിയിട്ടുമുണ്ട്. 2 ദിവസമായി ശരിക്കും ഓട്ടത്തിന് പോലും അവൻ പോകുന്നില്ലെന്ന് അവർ മനസ്സിലോർത്തു. നീ എന്തിനാ ആനി ഞങ്ങളെ അന്യരെ പോലെ കാണുന്നത്? ചിത്രയെപ്പോലെ എമി എനിക്ക് മകളാണ്, അങ്ങനെയേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടേണ്ട. ആനിയമ്മയുടെ മനസ്സ് നിറയ്ക്കുന്ന മറുപടിയായിരുന്നത്. അവർ നന്ദി സൂചകമായി രഞ്ജന് നേരെ കൈകൾ കൂപ്പി. എന്താ ആൻറ്റി ഇത്? എന്നെ ഇങ്ങനെ അന്യനായി കാണരുതേ. അവരുടെ കൂപ്പിയ കൈകൾക്ക് മുകളിൽ അവൻ്റെ കൈകൾ ചേർന്നു. ഇല്ല മോനെ, ഒരിക്കലുമില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോള്. ബാക്കിയവർ പറഞ്ഞില്ല. പറയാൻ വന്ന വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ ആനിയമ്മ വിതുമ്പിപ്പോയി. രാത്രി ഇനി ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. ആനിയമ്മേ, വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ട് വാടാ രഞ്ജ. കുമാരി മകൻ്റെ നേർക്ക് നോക്കി കളിയായി ശാസിച്ചു. ആ സ്നേഹക്കടൽ കണ്ടിട്ടും അതിൽ മുങ്ങിത്താഴാനാവാതെ തേങ്ങി കരയുകയായിരുന്നു എമിയപ്പോൾ.